ഹേഡിയസ് ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേനും നല്ല ടയർഡായിരുന്നു. പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഐശ്വര്യത്തോടെ ആ ഒരു ടേബിളൊക്കെ തുറന്ന് ഒരു 7:30 ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഏകദേശം പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാഗിൽ നിന്ന് നമ്മുടെ സ്കൂളിൽ ഇന്ന് കൊണ്ടുപോയിട്ടുള്ള എല്ലാ ബുക്കും ഇതേപോലെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായി. നാളത്തേക്കാണെങ്കിൽ കുറെ അധികം ഹോംവർക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ ഇരുന്ന് ക്ലാസ്സിലിരുന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി. ഇന്നാണെങ്കിൽ കുറച്ച് ഫ്രീ പീരീഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതൊക്കെ നല്ലപോലെ കംപ്ലീറ്റ് ആക്കി വെച്ചാൽ വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ വെറുതെ ഇരിക്കാൻ പറ്റൂലല്ലോ, നമുക്ക് ട്യൂഷന്റെ ക്ലാസ് കാണാനില്ലേ. അതൊക്കെ പോട്ടെ, എന്തായാലും നാളത്തെ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ ബുക്സും എടുത്ത് റീചെക്ക് ചെയ്യുന്നതാണ് ഞാൻ. അപ്പോൾ ടൈം ടേബിളിനനുസരിച്ചുള്ള ബുക്കൊക്കെ സെറ്റ് ആക്കി. ഇനി ആ ബുക്കിലെ ഹോംവർക്സ് ഒക്കെ നോക്കാം. അതിന് മുന്നേ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നല്ലേ. അപ്പൊ കമോൺ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് തുടങ്ങാം. പിന്നെയാണെങ്കിൽ ഐ ആം സോ ഹാപ്പി, നമ്മളാണെങ്കിൽ 4.5K ഫാമിലി ആയിരിക്കും. വളരെ കുറച്ച് ആൾക്കാരും കൂടി സഹകരിച്ചാൽ ഒരു 5K എത്തിക്കാവുന്നതാണ്. അങ്ങനെ വെറുതെ ഒന്നും വേണ്ട, വേറെ വീഡിയോസ് ഒക്കെ കണ്ടുപോയിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. വീണ്ടും ഞാൻ വിഷയത്തിന് തെന്നി മാറി. എന്റെ ഒരു കാര്യമേ, എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. ഞാനാണെങ്കിൽ എല്ലാം അത്യാവശ്യം ഹോംവർക്സ് ഒക്കെ കംപ്ലീറ്റ് ആയത് കാരണം എനിക്ക് ചെയ്യാനൊന്നും ഉണ്ടായില്ല. പക്ഷേ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ 2ാമത്തെ ചാപ്റ്റർ നാളെ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനാണെങ്കിൽ അതിന്റെ ട്യൂഷൻ ക്ലാസ് കണ്ടിട്ടില്ല. അപ്പോൾ അതധികം വൈകാതെ കാണാമെന്നും പറഞ്ഞ് അതിന്റെ ഗൈഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മാത്സ് ടീച്ചർ ആണെങ്കിൽ നാളത്തെ 2nd ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾസ് തുടങ്ങണമെന്നും പറഞ്ഞ് ഉറപ്പായിട്ട് ഇത് മറക്കാണ്ടുണ്ടെന്ന്, ഐ മീൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്. അപ്പോൾ അതൊക്കെ ഉറപ്പായിട്ടും എടുത്തു വെച്ച്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നേരത്തെ ചോദിച്ച കാര്യത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചൂടെ.